രാവിലെ തന്നെ ബിഗ് ബോസ് നോറയ്ക്കിട്ട് ഒരു 8ന്റെ പണി കൊടുത്തു എന്ന് പറയാം. രാവിലെ തന്നെ നോറയ്ക്ക് കൊടുത്ത ടാസ്ക് ആയിരുന്നു നുണ പറയുക എന്നുള്ളത്. അവിടെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിപരീതമായി ഉത്തരം പറയുക, അവർ ചോദിച്ച ചോദ്യത്തിന് തെറ്റായിട്ടുള്ള ഉത്തരം പറയുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പൊ അതിലൊരാൾ ചോദിച്ച ചോദ്യമായിരുന്നു ഇവിടെ ടോപ്പ് 5-ൽ വരുന്നത് ആരൊക്കെ ആയിരിക്കും എന്നതായിരുന്നു നോറയോടുള്ള ചോദ്യം. അപ്പൊ നോറ പറയേണ്ടത് ടോപ്പ് 5-ൽ വരില്ല എന്ന് നോറയ്ക്ക് തോന്നുന്ന ആൾക്കാരുടെ പേരുകളാണ്. അതിൽ പറഞ്ഞ പേരുകൾ എന്ന് പറയുന്നത് ജിൻഡോ, സായി, ശ്രീതു, നന്ദന, ഋഷി എന്നിവരാണ്. അപ്പൊ ജിൻഡോ ടോപ്പ് 5-ൽ വരില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെച്ചത്. അതായത് നോറ പറഞ്ഞിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ജിൻഡോ ഒരിക്കലും ടോപ്പ് 5-ൽ വരില്ല എന്നുള്ളതാണ്. അവിടെ ചോദ്യം ചോദിച്ചത് ടോപ്പ് 5-ൽ ആരൊക്കെ വരും എന്നുള്ളതാണ്. നോറ പറയേണ്ടത് ടോപ്പ് 5-ൽ അവിടെ വരാത്തവരാണ്, എതിർത്ത് പറയണല്ലോ, നുണയാണല്ലോ പറയേണ്ടത്. അപ്പോൾ അവിടെ ജിൻഡോ ടോപ്പ് 5-ൽ വരില്ല എന്നാണ് നോറ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നോറയുടെ ആൻസർ കേട്ടപ്പോൾ എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു, എല്ലാവരും കളിയാക്കൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വീട്ടിൽ നിൽക്കാനായിട്ട് യോഗ്യതയുള്ളത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ച സമയത്ത് അൻസിബ, നന്ദന, ശ്രീതു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇവർക്കൊന്നും യോഗ്യതയില്ല എന്നാണ്. അൻസിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാണ്. ഇപ്പോൾ അൻസിബയ്ക്ക് ആ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്നാണ് പറയുന്നത്. നന്ദന ഭയങ്കര കുട്ടികളെയാണ്, മെച്ചുവേർഡ് അല്ലാത്തതുകൊണ്ട് നന്ദനയ്ക്ക് നിൽക്കാൻ ഒന്നിനും യോഗ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ ശ്രീധുവിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഒരു കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഇടപെടുന്നു എന്നുള്ളത് കൊണ്ടെന്ന്. അതായത് ശ്രീധു ഒന്നിലും ഇടപെടുന്നില്ല, അതുകൊണ്ട് ശ്രീധുവിനെ നിൽക്കാൻ യോഗ്യതയില്ല എന്നൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ. പക്ഷേ ടാസ്ക് മൊത്തത്തിൽ കുളമാക്കി എന്ന് വേണം പറയാനായിട്ട്. അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ചോദിക്കുന്നതിന് ശരിയായ മറുപടികളോ ഒന്നും തന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നില്ല നോറ.